ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരെ വീണ്ടും നടപടി. ലഷ്കർ കമാൻഡറുടെ വീട് സ്ഫോടനത്തിൽ തകർത്തു. ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തബ്ദയുടെ കുപ്പാരയിലെ വീടാണ് തകർത്തത്. ബൽറാം അടുങ്ങാടി പഹൽഗാമിൽ നിന്നും നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഇപ്പോഴും നടപടി കടുപ്പിക്കുകയാണ് അവിടെ പ്രാദേശിക ഭരണകൂടവും ഒപ്പം മറ്റ് ദേശീയ ഏജൻസികളും. എന്താണ് വിവരങ്ങൾ? രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രദേശവാസികൾക്ക് കശ്മീർ സ്വദേശികളായ ചില ഭീകരവാദികൾക്കും പങ്കുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ചില ഭീകരവാദികൾക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായും പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് നൽകിയതായും വിവരം ലഭിച്ചിരുന്നു, തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പ്രാദേശിക ഭരണകൂടവും ഏജൻസികളും. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 ഭീകരവാദികളുടെ വസതികൾ തകർത്തിരുന്നു പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ. അതിന്റെ തുടർച്ചയായുള്ള നടപടികൾ പിന്നീടും ഉണ്ടായിരിക്കുന്നു. ഇതുവരെ 6 ഭീകരവാദികളുടെ വീടുകളാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തകർത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ കുപ്വാരയിൽ ഫാറൂഖ് അഹമ്മദ് തദ്വയുടെ വീടാണ് തകർത്തിരിക്കുന്നത്. ഇയാൾ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറാണ്. പാകിസ്ഥാനിൽ പോയി പരിശീലനം സിദ്ധിച്ച ഒരു ഭീകരവാദിയാണ്, കൊടും ഭീകരവാദിയാണ്. ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയായിരുന്നു ഏജൻസികൾ. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വീട്ടിൽ എത്തി വീട്ടുകാരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി വീട്ടിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഉഗ്രസ്ഫോടനത്തിൽ ഈ വീട് തകർത്തത്. സമാനമായി തന്നെ ഇന്ന് പുൽവാമയിൽ അഫ്ഗൻ ഉൽ ഹക്കിന്റെ വീടും ഇത്തരത്തിൽ ഉഗ്രസ്ഫോടനത്തിൽ ഏജൻസികൾ തകർത്തിരുന്നു. ഈ നടപടികൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് ഏജൻസികളും പ്രാദേശിക ഭരണകൂടവും വ്യക്തമാക്കുന്നത്. കാരണം താഴ്വരയിൽ നിന്നും പ്രാദേശിക ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഉള്ള ഒരു നടപടിയാണ്, അതിന്റെ തുടർച്ചയാണ് ഈ സംഭവങ്ങൾ എന്നാണ് പ്രാദേശിക ഭരണകൂടവും ഏജൻസികളും വിവരിക്കുന്നത്. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. വനമേഖലയിൽ തന്നെയാണ് തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ തെരച്ചിലുമായി ബന്ധപ്പെട്ടോ മറ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടോ ഉള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അത് ആ നടപടികളെ വിഘാതമാകും എന്നതിനാലാണ് അത്തരത്തിലൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ സാധാരണ നിലയിൽ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എത്തേണ്ട സമയത്താണ് ഇവിടെ വിജനമായിരിക്കുന്നത്. എങ്കിൽ പോലും നാട്ടുകാർക്ക് ആശ്വാസമായി ഇന്ന് പ്രാദേശികമായ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്താൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പ്രധാന വ്യൂ പോയിന്റിലേക്ക് പ്രവേശനം ഇല്ല എങ്കിൽ പോലും സമീപത്തുള്ള ക്ഷേത്രം, ഒപ്പം തന്നെ മസ്ജിദ് അടക്കമുള്ളവ, ഇത് സാധാരണ ഈ പ്രദേശത്തെ മറ്റ് പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഇവിടേക്ക് എല്ലാം എത്തുന്നു. സമാനമായി തന്നെ മറ്റ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലെത്തി ഫോട്ടോ എടുത്ത് മടങ്ങുന്നുണ്ട്. ഇത് നാട്ടുകാർക്ക് നേരിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും എപ്പോഴായിരിക്കും സാധാരണ നിലയിലേക്ക് എത്തുക, എപ്പോഴാണ് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഇനിയും എത്തുക എന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ പ്രദേശവാസികൾ നമുക്ക്. പഹൽഗാമിൽ നിന്നും ബൽറാം അടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.